കണ്ണൂർ വളപട്ടണത്ത് 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവർന്ന കേസിൽ പ്രതിപിടിയിൽ അയൽവാസിയായ ലിജീഷാണ് കസ്റ്റഡിയിലായത്. കട്ടിലിനുള്ളിൽ പ്രത്യേക അറ നിർമ്മിച്ചാണ് മോഷ്ടിച്ച സ്വർണം സൂക്ഷിച്ചത്. മുൻപ് മറ്റൊരു വീട്ടിലും പ്രതി മോഷണം നടത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഫെലിക്സ് ചേർന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. തൊട്ടടുത്ത അയൽവാസി തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തുടക്കം മുതൽ ഇത്ര നിർഭയനായി അങ്ങനെ ഒരു മോഷണം നടത്തണമെങ്കിൽ പഠിച്ച കള്ളനായിരിക്കുമെന്ന് നമ്മളൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇതിനു മുൻപും ഒരു കേസിൽ പ്രതിയാണ്. കേസ് ഇയാളുടെ പേരിലുണ്ട് എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമ നടപടികൾ ഇയാൾ നേരിട്ടിട്ടുണ്ടോ? മോത്തി, ഏതായാലും ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതി ലിജീഷ് നേരത്തെയും നിരവധി മോഷണ കേസുകൾ പ്രതിയാണെന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ പ്രതി അത് ആദ്യമായി നടത്തുന്ന ഒരു മോഷണമല്ല, നേരത്തെ മോഷണം നടത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിലുള്ള മോഷണമാണ് നേരത്തെ നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിയെ ഇന്നലെ രാവിലെയാണ് പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്താണ് വിരലടയാളം പരിശോധിച്ചപ്പോൾ കണ്ണൂർ കീച്ചേരിയിലെ മറ്റൊരു വീട്ടിൽ 1.5 വർഷം മുമ്പ് നടത്തിയ മോഷണത്തിൽ അവിടെ നിന്ന് ലഭിച്ച വിരലടയാളവും ഇയാളുടെ വിരലടയാളവും ഒന്നാണെന്ന് തിരിച്ചറിയുകയും ആ കേസിലും മോഷണം നടത്തിയ ഇയാളാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് ഈ മോഷണം നടന്ന 300 പവനും 1 കോടി രൂപയും മോഷണം പോയ വീടിൻ്റെ അഷ്റഫിൻ്റെ വീടിൻ്റെ തൊട്ട് സമീപത്തുള്ള, അതായത് ഒരു മതിലിന് തൊട്ടടുത്തുള്ള വീട്ടിലാണ് ലിജീഷ് താമസിച്ചത്. ലിജീഷിൻ്റെ വീടായിരുന്നു അത്. അയൽവാസിയാണ് ലിജീഷ്. അങ്ങനെ ലിജീഷ് വലിയ രീതിയിൽ നിരീക്ഷണമൊക്കെ തന്നെ നടത്തി. 19-ആം തീയതി ഇയാൾ ഈ പറയുന്ന അഷ്റഫ് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് 20-ആം തീയതി ഇയാൾ വീട്ടിൽ മോഷണിക്കാൻ കയറുന്നത്. അങ്ങനെ വീട്ടിൽ മോഷണം നടത്തി 300 പവനും 1 കോടി രൂപയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ പകുതി എടുത്തു. മുഴുവൻ അയാൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം 21-ആം തീയതി വീണ്ടും ആ വീട്ടിലെത്തുന്നു. അങ്ങനെ ശേഷിക്കുന്ന സ്വർണവും ഒപ്പം തന്നെ ഈ പണവും അവിടെ നിന്ന് കവർന്നു. അങ്ങനെ 2 ദിവസമായിട്ടാണ് ഈ മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ ഇയാൾ ധരിച്ച ഷർട്ടിൻ്റെ കളർ മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CCTVയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് ഏറ്റവും നിർണായകമായത്. ഒപ്പം തന്നെ ഈ മോഷണം നടന്ന അന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്തുള്ള അയൽവാസി ഇയാളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇയാളുടെ വീട്ടിൽ പോയി ഇയാളോട് സംസാരിച്ചിരുന്നു. എന്തെങ്കിലും കണ്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് ഇയാൾ പറഞ്ഞു. മാത്രമല്ല ആ സമയത്ത് ഇയാളുടെ ശരീരത്തിൽ തലയിലും മറ്റും ചിലന്തി വലകൾ ഉണ്ടായിരുന്നു. അതായത് മോഷണം നടത്തി ആ സമയത്ത് അവിടെ ചിലന്തി വലകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചിലന്തി വലകളൊക്കെ തന്നെ ഇയാളുടെ മുഖത്തും ഈ സ്ഥലത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാൾ ഒഴിയുകയാണ് ചെയ്തത്. അതായത് ഒരു പഠിച്ച കള്ളനാണെന്ന് പറയാം. കാരണം ഒരു തരത്തിലും ഇയാളെ പോലീസിന് പിടിത്തരാത്ത രീതിയിൽ തന്നെയായിരുന്നു ഇയാളുടെ സമീപനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന നടത്തുകയും ഇയാൾ അന്ന് കണ്ടെത്തുകയും ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇന്നലെ രാവിലെ 6 മണിക്ക് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. വൈകുന്നേരം 6 മണി വരെ ചോദ്യം ചെയ്തു. ആ സമയത്തൊന്നും ഇയാൾ മൊഴി നൽകിയിരുന്നില്ല. പിന്നീട് 6 മണിക്ക് ശേഷമാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയത് താനാണ് എന്നത്. ഒപ്പം തന്നെ ഈ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത്, അതായത് ഇയാളുടെ വീട്ടിൽ, അതായത് ഈ അഷ്റഫിൻ്റെ വീടിനോട് ചേർന്നുള്ള വീടാണ് ലിജീഷിൻ്റെ വീട്. ഒരു മതിലിൻ്റെ മാത്രം വിടവ് മാത്രമേ ഉള്ളൂ. ആ വീട്ടിനുള്ളിൽ പ്രത്യേക അറ, അതായത് കട്ടിലിന് ഉള്ളിൽ പ്രത്യേക അറ നിർമ്മിച്ച് ആ അറയ്ക്കുള്ളിലാണ് ഈ സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത്. അവിടെ എത്തി പോലീസ് സ്വർണവും പണവും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 1 കോടി എന്നതാണ് പറയുന്നത്. പക്ഷേ 1 കോടി 20 ലക്ഷം രൂപ ഇതുവരെയും കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം 300 പവനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് മുഴുവൻ സ്വർണവും മുഴുവൻ പണവും ഇയാളുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റൊരു കേസിൽ കൂടി ഇയാൾ പ്രതിയാണ്. ആ കേസിലൂടെ അന്വേഷണം നടക്കുന്നു. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ വളപട്ടണം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് ഇയാൾ മോഷണം നടത്തുന്നത്. ഈ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് കമ്പി തകർത്ത് അകത്തേക്ക് കിടക്കാൻ ഇയാൾക്ക് കഴിയും. അങ്ങനെ വെൽഡിംഗ് തൊഴിലാളി ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പരിചയമുണ്ട്. ആ രീതിയിൽ ആണ് ഇയാൾ കമ്പി തുറന്ന് അല്ലെങ്കിൽ തകർത്ത് ഇതിനുള്ളിലേക്ക് കടക്കുകയും ലോക്കറിനുള്ളിലുണ്ടായിരുന്ന പണവും സ്വർണവും കവരുകയും ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതി നേരത്തെ മോഷണം നടത്തിയിട്ടുണ്ട്. നേരത്തെയും കവർച്ചാ കേസുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസിൽ ഇയാളെ പിടികൂടാൻ കഴിഞ്ഞില്ല. കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിൽ 1.5 വർഷം മുമ്പാണ് ആ മോഷണത്തിൽ 11 പവനാണ് ഇയാൾ മോഷ്ടിച്ചത്. പക്ഷേ ആ പണവും സ്വർണവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇയാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നത്. ഈ കട്ടിലിനുള്ളിൽ ഈ പ്രത്യേക അറയൊക്കെ നിർമ്മിച്ച പശ്ചാത്തലത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത് ഇയാൾ ഇത് ഇന്ന് നിർമ്മിച്ചതല്ല എന്നതാണ്. അത് നേരത്തെ നിർമ്മിച്ചതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം
പെട്ടെന്ന് സ്വർണം കളവ് ചെയ്തതിന് ശേഷം നിർമ്മിച്ചതാകാൻ സാധ്യതയില്ല. നേരത്തെ സമാനമായ മോഷണം നടത്തുമ്പോൾ അത് സൂക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഇവിടെ അറകൾ ഇയാൾ നിർമ്മിച്ചിട്ടുണ്ടാകാം. അത് നേരത്തെയും നിർമ്മിച്ചുള്ള അറകളാകാം എന്നതാണ് പോലീസിന്റെ സംശയം. ഏതായാലും പോലീസ് ആ രീതിയിലുള്ള അന്വേഷണം ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. ഏതായാലും 300 പവനും 1 കോടി രൂപയുമാണ് ഒരു വീട്ടിൽ നിന്നും. ഏതായാലും വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കവർച്ചയായിരുന്നു. ആ കവർച്ചയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. പ്രതി കട്ടിലിനുള്ളിൽ ഒരു പ്രത്യേക അറ നിർമ്മിച്ച് അതിനുള്ളിലാണ് ഇതൊക്കെ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ നടന്നു വരികയാണ്. പ്രതി ഇതിനു മുൻപും ഇത്തരം സംഭവത്തിൽ കുറ്റക്കാരനാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.